തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ തൊട്ടു പിന്നിലായി സർക്കാരിൻ്റെ നട്ടെല്ലായി വാഴ്ത്തപ്പെട്ട ഒരു മന്ത്രിയുണ്ട്. പേര് കെ രാജൻ. അതിന് കാരണം വയനാട് ടൗൺഷിപ്പ് നടപ്പാക്കാൻ അദ്ദേഹം ഇടവേളകളില്ലാതെ നടത്തിയ ഇടപെടലുകളായിരുന്നു. അതിന് ഒരു ദൃശ്യം വലിയ ഊർജം പകർന്നു. ആ ദൃശ്യവും തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന്, അതായത് നിശബ്ദ പ്രചാരണ ദിവസം, വയനാട് ദുരന്തബാധിതർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നന്ദി അറിയിച്ച ദൃശ്യവും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റിനെ വല്ലാതെ അലോസരപ്പെടുത്തിയെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഒന്നെനിക്കറിയാം. ആ അവതാരകയുടെ അപകടം പിടിച്ച വാക്കുകൾ കേട്ടവരൊക്കെയും അവരവരാൽ കഴിയും വിധം രോഷം പ്രകടിപ്പിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ആ രോഷപ്രകടനം ആളിക്കത്തുകയാണ്. റിപ്പോർട്ടർ ടിവിയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിലായിരുന്നു ഞാൻ ഈ പറഞ്ഞ അവതാരകയുടെ ഉറഞ്ഞു തുള്ളൽ. അവതാരകയുടെ പേര് സ്മൃതി പരുത്തിക്കാട്. വി ഡി സതീശനോടും സണ്ണി ജോസഫിനോടും ഒരു കൂട്ടർ വയനാടിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നത് തെറ്റാണെന്നാണ് സ്മൃതിയുടെ കണ്ടെത്തൽ. 41 മിനിറ്റും 30 സെക്കൻഡും കഴിഞ്ഞുള്ള ഭാഗത്താണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴി തുറന്ന വാക്കുകൾ സ്മൃതി വാരി വിതറുന്നത്. 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ. നാടകം പ്രയോഗത്തിൽ സ്മൃതി പരുത്തിക്കാട് മാപ്പ് പറയുമെന്ന് ആരും കരുതേണ്ട. അവരെ അവരുടെ വഴിക്ക് വിടുക. കെട്ടുപൊട്ടിപ്പോയ ഒരു പട്ടവും ആകാശം തൊട്ടിട്ടില്ല എന്ന് പ്രത്യേകം ഓർക്കുക.